നമുക്ക് പലതരം വികാരങ്ങൾ ഉണ്ടല്ലേ. സന്തോഷം, സന്താപം, ദേഷ്യം, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും സന്തോഷം എന്നുള്ള വികാരം മാത്രം മതി, ദുഃഖം വേണ്ട, ദേഷ്യം വേണ്ട, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും നമ്മളെ എഫക്ട് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മള് ഈ എല്ലാവിധ വികാരങ്ങൾക്ക് നമ്മൾ അടിമപ്പെടണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യം എപ്പോഴാണ് വരുന്നത്? ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും നമുക്ക് ദേഷ്യം വരിക, അല്ലെ? എപ്പോഴായിരിക്കും നമ്മൾക്ക് കരച്ചിൽ വരുന്നത് അല്ലെങ്കിൽ സങ്കടം വരുന്നത്? ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും നമുക്കത് വരിക, അല്ലെ? അപ്പൊ ഈ ലിമിറ്റുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക എല്ലാ ഇത് നമ്മളുടെ ഇങ്ങനത്തെ വികാരങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും ഞങ്ങൾ പിടിച്ചു നിർത്താൻ പാടില്ല. ഞാൻ ദേഷ്യപ്പെടുന്ന ആളെ അല്ല, അല്ലെങ്കിൽ ഞാൻ സങ്കടപ്പെടുന്ന ഒരാളെ അല്ല എന്ന് നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെന്നുള്ളത്. അത് ശരിക്കും നമുക്ക് പ്രപഞ്ചം തരുന്ന ഒരു മാർക്കാണ്. നമ്മൾ അത് കഴിഞ്ഞു, ആ ലെവൽ കഴിഞ്ഞു, നമ്മൾ ഇനി അടുത്ത ലെവലിലോട്ട് കടക്കുകയാണെന്നുള്ളത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് എപ്പോഴും ഞാൻ സന്തോഷിച്ചിട്ടിരിക്കണം, സന്തോഷം മാത്രം എന്നുള്ള ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രം എനിക്ക് വേണമെന്ന് ഒരിക്കലും നമ്മൾ വാശി പിടിക്കരുത്. നമുക്ക് സന്തോഷം തീർച്ചയായിട്ടും വേണം. എങ്ങനെയാണ് നമ്മൾ സന്തോഷത്തിലോട്ട് എത്തുക? ഇതിനൊക്കെ തരണം ചെയ്തിട്ട് ആണ് നമുക്ക് അങ്ങോട്ട് എത്തേണ്ടത്. അപ്പോ ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ മറ്റേ ദേഷ്യം നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ലെവൽ നമുക്ക് ആ കാഠിന്യം നമുക്ക് കുറയ്ക്കാം എന്നല്ലാതെ അത് നമുക്ക് ഒരിക്കലും വേണ്ട എന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും മത്സരിക്കാൻ പോകരുത്. സന്തോഷം വേണം, സന്തോഷം വേണം. സന്തോഷത്തിനെ പോലെ മറ്റുള്ള വികാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മോശപ്പെട്ട ഒരാളാണെന്നോ അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ അതിന് അടിമപ്പെട്ട ഒരാളാണെന്നോ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ സന്തോഷത്തോടു കൂടി തന്നെ ബാക്കി എല്ലാ വികാരങ്ങളും നമ്മുടെ ജീവിതത്തിനോട് അലിഞ്ഞു ചേർന്ന സംഭവമാണ്. അത് അതേപോലെ തന്നെ നടക്കട്ടെ. കാരണം നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ പോകേണ്ട യാതൊരു ആവശ്യമില്ല.